അഡ്വക്കേറ്റ് സേനാപതി വേണു, ഞാൻ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ്. ഈ 4000 ചതുരശ്ര കിലോമീറ്ററിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിൽ? പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള രേഖ കിട്ടിയിട്ടുണ്ടോ? ഇവിടെ പ്രതിരോധ മന്ത്രിക്ക് അറിയില്ല, രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അറിയില്ല, ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനും അറിയില്ല. അങ്ങനെ ഒരു രേഖ ചൈനയിൽ നിന്നും രാഹുലിന് ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഇവിടെ രേഖ എന്നുള്ളത് ഇപ്പൊ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല ചൈനയുമായിട്ട്. എന്താണ് അതിന്റെ കാര്യം? നമ്മൾ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന നമ്മളുടെ കീഴിലുള്ള വലിയ വാസ്റ്റായ പ്രദേശം, അവിടെ ഇപ്പോ ജനവാസം ഉണ്ടാകണമെന്നൊന്നുമില്ല, ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമല്ല, പക്ഷേ നമ്മുടെ അതിർത്തിയിൽ നമ്മൾ പെട്രോളിംഗ് നടത്തി നമ്മുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ അവിടെ ചൈനയുടെ ബങ്കറും അതുപോലെ തന്നെ ചൈനയുടെ സേനയും അതോടൊപ്പം തന്നെ ചൈനീസ് ഗ്രാമങ്ങളും ഫോം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശം അവരുടെ അധീനതയിലോട്ട് പോയി എന്നുള്ളതല്ലേ? ആ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ സേന തന്നെ ഈ കാര്യം സമ്മതിച്ചിട്ടുള്ളതാണ്. നമ്മൾ എന്തിനാ ഈ 17 വട്ടം 18 വട്ടം ഈ ചൈനീസ് സൈനികരുമായി ലേ ലഡാക്കിലും ഒക്കെ ചർച്ചകൾ നടത്തുന്നത്? ആ ചർച്ചകൾ നടത്തുന്നതിന്റെ കാരണം എന്താണ്? ഇവർ കടന്നു വന്നിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ 50 കൊല്ലമായി നമ്മുടെ അധീനതയിലോ അല്ലെങ്കിൽ നമ്മൾ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരുന്നതായ പ്രദേശത്തേക്ക് നമുക്ക് പോകാൻ പറ്റാതെ അവർ കടന്നു കയറി അത് അവരുടെ അധീനതയിൽ വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ചൈന പിന്മാറണം എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം അത് പൂർണ്ണമാകാത്തത് കൊണ്ടാണ് കരസേനാ മേധാവി ശ്രീ ഉപേന്ദ്ര ദ്വിവേദി ഈ അടുത്ത ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് അതിർത്തിയിൽ ചൈനയുടെ അധിനിവേശമുണ്ട്. ആ അധിനിവേശം അത് ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കൃത്യമായി, അത് ഏതായാലും പാർലമെന്റിൽ അദ്ദേഹം അത് പറയുമ്പോൾ അത് അതിനടിസ്ഥാനമായ അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, വളരെ ആധികാരികമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ വിഷയം, ഈ ഒറ്റ വിഷയം മാത്രമാണ് എടുക്കുന്നത്, മറ്റു വിഷയങ്ങളിലേക്ക് ഞാൻ വരാം. ഈ ഇത്ര വലിയ തോതിൽ ഇന്ത്യയുടെ ഭൂപ്രദേശം ചൈന കയ്യേറി എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതോ നേരത്തെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞതുപോലെ ഈ കയ്യടി നേടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരിക്കുമോ ഇത്? അല്ല, ചൈനക്ക് മണ്ണ് വാരി കൊടുത്തത് ഇപ്പൊ മോദി ചെയ്ത പോലെയാണല്ലോ ഇപ്പൊ അയാൾ പറയുന്നത്. അതാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷവും ചൈനന്റെ ബോർഡർ പ്രശ്നങ്ങളും ഒക്കെ എന്നും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിനെപ്പറ്റി എന്നേക്കാളും അധികം പറയാൻ പിന്നെ ഇവര് തന്നെ ഏറ്റു സേനാപതി ജി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനത്ര തർക്കിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എത്ര അടക്കി വെച്ചു എവിടെ പട്ടാളം ഇരിക്കുന്നു എന്നൊന്നും ഇന്ത്യന്റെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. രാഹുൽ ഗാന്ധി കയ്യടി വാങ്ങാൻ പ്രത്യേകിച്ച് കേരളത്തിലേക്കാണ് ആ കയ്യടി വരിക. പ്രിയങ്കി രാഹുൽ വരെ പ്രിയപ്പെട്ട താരങ്ങളല്ലേ കേരളത്തിന്റെ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിനെ സ്വപ്നം കണ്ടിരിക്കുന്ന കേരളത്തിനോട് കയ്യടി വാങ്ങാന് പറയേണ്ട സാധനങ്ങളൊക്കെ അവരിന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അവിടെ അത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പിന്നെ ചൈനന്റെ ഈ ശക്തിനെ വളർത്തി ചൈന നമ്മുടെ മണ്ണിനെ എടുത്തു പോകുമ്പോ ആ ചൈനന്റെ കാക്കാണ് കയ്യടി കൊടുക്കുന്നത്. ആ ചൈനനെ പുകഴ്ത്തി പറയുക. അപ്പൊ മാസ്റ്റർ ക്ലാസ്സിൽ പോയി അപ്പുറത്ത് പറയണ പോലെയല്ലേ ഇത് രാജ്യത്തിന്റെ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റിലാണ് അയാൾ ഇന്ന് ഈ ശബ്ദം ഉയർത്തിയത്. ആര് കേട്ടാലും ചോദിക്കും ഒരു രാജ്യത്തിന് എത്ര താഴ്ത്തിന്ന് വെച്ചാൽ അങ്ങേയറ്റം ഈ രാജ്യം ഒരു പട്ടിണി രാജ്യം, തൊഴിലില്ലായ്മ എന്താ കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായില്ലേ? കണക്കുകൾ എടുക്കുകയാണെങ്കിൽ OBC പിന്നെ OBC ആരെങ്കിലും ഒന്ന് മീഡിയ ഹാൻഡിൽ ചെയ്യണുണ്ടോ? മോഡി, അദാനി ഈ ഒരു റെവല്യൂഷൻ മാത്രമല്ലേ ഇന്ത്യയിലുള്ളൂ. ഈ സാധാരണക്കാർക്ക് കിട്ടിയ കക്കൂസ് കൊടുത്തോന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല, കാരണം ഇവരെ ചെയ്തില്ല. 12,000 കോടി പിന്നെ ടോയ്ലറ്റ്സ് കൊടുത്തെന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് അവർക്ക് ചിത്രീകരിക്കുന്നത്. ഒള്ളി അദാനിക്കും അംബാനിക്കും വലിയ മീഡിയക്കാരും മീഡിയ പാർട്ട്നേഴ്സും വന്നിട്ട് നരേന്ദ്രമോദിനെ ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇതാണ്. മീഡിയക്ക് ഇന്നലെ ഇന്നും ഉണ്ടായതല്ല. അവിടെ ബാക്കിയുള്ള മീഡിയകളൊക്കെ ഇവര് പർച്ചേസ് ചെയ്ത് ഇവർക്ക് വേണ്ടി മാത്രം സംസാരിച്ച മീഡിയകൾ തന്നെയല്ലേ. ആകെ ആരാ ശരിക്കും മീഡിയ സപ്പോർട്ട് ചെയ്യണം നരേന്ദ്രമോദിനെ ഇത് പറയണമെങ്കിൽ? അപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അങ്ങോട്ട് പറയാ.
ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്നു. പിന്നെ എന്താണ് AI-നെ പറ്റി പറഞ്ഞു. AI-നെ പറ്റിയിട്ട് പറയുമ്പോ ഇന്ത്യ ഇത് പിന്നെ AI-ൽ എവിടെയോ ഇരിക്കുന്നു, അമേരിക്ക എത്തി, ചൈന എത്തി. അപ്പൊ നമ്മളെ കയ്യിൽ ഒന്നുമില്ല, പ്രൊഡക്ഷൻ ഇല്ല. പ്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു രാജ്യത്തിനെ പറ്റിയാണ് അയാളെന്ന് മൊത്തം പറഞ്ഞത്. ആ ഒരു ഒറ്റ സാധനം മതി, പ്രൊഡക്ഷൻ ഇല്ലാത്ത. എന്താ പ്രൊഡക്ഷൻ ഇല്ലാത്ത? അപ്പൊ തന്നെ അവിടെ മാറ്റി പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ ഇല്ലാത്ത രാജ്യത്ത് മക്കാനിന് വേണ്ടിയിട്ട് ടാക്സിനെ പറ്റി. മക്കാൻ പറഞ്ഞാൽ എന്താണെന്ന് നമ്മളെ കേരളീയർക്ക് പലർക്കും അറിയ പോലും ഉണ്ടാവില്ല. മില്ലറ്റ് ഓഫ് ദ ഇയർ പറഞ്ഞിട്ട് UN കഴിഞ്ഞ വർഷം 24 was മില്ലറ്റ് ഇയർ. UN ഐക്യരാഷ്ട്ര സഭയിൽ പോലും മില്ലറ്റ് പറഞ്ഞാൽ ഇന്ത്യയിൽ ചെറുധാന്യങ്ങളാ, ഇന്ത്യയിൽ മാത്രം ഉൽപ്പാദിക്കപ്പെടുന്ന മക്കാന്റെ ടാക്സിനെ പറ്റി പരിഹസിച്ചാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറയുന്നു. ഫാർമേഴ്സ് ഏറ്റവും അധികം, ലോകത്തിൽ ഏറ്റവും അധികം, അത് കാരണം അത് ഏറ്റവും അധികം വാങ്ങുന്നതും ഒരു കേരളീയനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ലുലു യൂസഫ് അലിയാണ് ഇത് വാങ്ങുന്നത്. പ്രധാനമന്ത്രി പ്രത്യേക അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം UN ഡേ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട്. അപ്പൊ ഈ ഒരു പിന്നെ പ്രൊഡക്ഷൻ പറയുമ്പോ ഈ ചെറിയ ചെറിയ കർഷകര് ഫാർമേഴ്സിന് കൊടുത്ത ലോണ്, മുദ്ര ലോണ്, MSME-ലെ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ എത്ര കോടിയാണ് വിമൻ ഡെവലപ്മെന്റ് ഒക്കെ ബഡ്ജറ്റിൽ അംഗീകരിച്ചതും ഈ 10 വർഷമായിട്ടുള്ളതൊന്നും കാണാതെ ചൈന ഉണ്ടാക്കിയ ബാറ്ററിനെ പറ്റിയും ചൈന ഉണ്ടാക്കിയ AI-നെ പറ്റിയും മാത്രമാണ്. AI എന്നൊക്കെ പറഞ്ഞാല് അതിനോട് മാപ്പ് ചോദിക്കേണ്ടി വരും എന്നുള്ളത് AI കണ്ടുപിടിച്ചവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺഹൈമർ പിന്നെ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞ പോലെ ആയിരിക്കും നാളെ AI വന്നത്. കാരണം അത് മിസ്യൂസ് ചെയ്യണ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് രാജ്യത്തിന്റെ കൂടെ ലോകത്തിന്റെ കൂടെ സഞ്ചരിക്കാണ്ട് ആർക്കും ഒക്കൂല, അത് ശരി തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ എത്രമാത്രം അപ്പൊ AI ഒന്നുമല്ല നമുക്ക് അതിലാവണ്ട. അപ്പൊ നമ്മളെ സ്പീക്കർ പറഞ്ഞ് AI-നെ ഡിപ്പെൻഡ് ചെയ്യണ ലോകമാണ് ഇനി വരുന്നത്. അപ്പൊ മിത്തുകളൊന്നുമല്ല. മിത്തുകൾ എന്നൊക്കെ തന്നെയാണ്. ഈ മിത്തൊക്കെ എന്താ നോക്കി തന്നെയാണ് AI കണ്ടെത്തിയെന്നുള്ളത്. എപ്പോഴും മഹാഭാരത യുദ്ധത്തിനെയൊക്കെ പറയണ അർജുനനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന രാഹുൽ അതും കൂടി ഓർക്കണം. AI പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും നമ്മൾ കാണും നമ്മളെ മുമ്പിൽ. കാരണം ഓപ്പൺഹൈമർ ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞത് അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങൾക്കെല്ലാം അത് യൂസ് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വലിയ ലോകത്തിലേക്കുള്ള സയന്റിഫിക് ലോകത്തിനാണ് സഞ്ചരിക്കണം. അതിന്റെ ഡിഫക്ട്സും അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ള സാധാരണക്കാരെ കർഷകർ ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്ന പിന്നെ മില്ലറ്റ്സും മക്കാനും യോഗയും ഇവിടുത്തെ ട്രഡീഷനും ഇവിടുത്തെ നദികളെയും ഒന്നും ഹിമാലയത്തിനെയും ഒന്നും നമ്മൾക്ക് ഒരു വിഷയമല്ല. അതൊന്നും നമ്മൾ എവിടെയും പറയില്ല. അതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോ അതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും സഹിക്കൂല. കാരണം ഇനി ഇതൊന്നും പറയാൻ ഒക്കൂലല്ലോ. ഇവര് ഓൾറെഡി നരേന്ദ്രമോദിയും കൂട്ടരും ഇതെല്ലാം വെച്ച് കാര്യങ്ങൾ എടുത്ത്. പിന്നെ വേറൊരു പോയിന്റ് കൂടെ അയാളെന്ന് പറയുന്ന വളരെ തരം താഴ്ന്ന ഒരു പോയിന്റ്. മോഹൻ ഭഗവത് പറഞ്ഞു ഇൻഡിപെൻഡൻസ് കിട്ടിയത് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് നമ്മൾ ആയുധം. അയാളെ മാത്രം ആയുധല്ല, കോൺഗ്രസ്സുകാരൻ മാത്രം ആയുധല്ല. ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ ഓരോ ജനത്തിന്റെയും ഭരണഘടനയാണ് അയാൾ ഉയർത്തിപ്പിടിച്ച് പറയുന്നത്. ആ ഭരണഘടനയെ ഞങ്ങൾ മാറ്റാൻ അനുവദിക്കില്ല. വി വിൽ നോട്ട് ചേഞ്ച്. ആരാ ചേഞ്ച് ചെയ്ത? 26 തവണ ഇവര് അപ്പൂപ്പനും അമ്മൂമ്മനും അച്ഛനും കൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 26 തവണ കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരത്തിൽ അതും നുസ്രത്ത് ജഹാൻ, അത് ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ചെയ്ത ഭേദഗതികളാണ്. അതൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായതാണ്. കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ അംബേദ്കറെ വെറുതെ വലിച്ചിട്ടു. അതിൽ വല്ലാതെ മുറിവേറ്റ് രാഹുലിനും കോൺഗ്രസിനും അക്കാര്യത്തിൽ പിന്തിരിവേണ്ടി വന്നു.